അതുപോലെ എന്തെങ്കിലും ക്യൂട്ടായിട്ട് സ്റ്റിക്കേഴ്സ് ചെയ്യാമോയെന്ന്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇന്നത് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മളെല്ലാം വരച്ച് പെറുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു കളറും കൂടെ ചെയ്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് നല്ല ക്യൂട്ടായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ള നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് കളർ ചെയ്തതൊക്കെ ഒരു ഭംഗിയല്ലേ ഇപ്പം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന നെയിം സ്ലിപ്പിൻ്റെ ബാക്കിയുള്ള പേപ്പറിലാണ് ഞാനിത് ഒട്ടിക്കാൻ വരുന്നത്. ആദ്യം അതിൽ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കറക്റ്റ് ഫോട്ടോസല്ല ഇത് സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കൂടെ വീണ്ടും നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് വശത്ത് ഇച്ചിരി നീളം കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കട്ട് ചെയ്ത് കറക്റ്റ് കൊടുക്കുവാണ്. ഇനി ഇത് കറക്റ്റ് പാകത്തിന് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ ഓൾറെഡി റെഡിയായി. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലാണ് വയ്ക്കേണ്ടത്.